ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ടാണ്. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും അതുപോലെ തന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് ഒരുപാട് പ്രാക്ടീസ് ഇല്ല, വാഹനമൊക്കെ ഓടിച്ചു തുടങ്ങുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഒരു വാഹനം നമ്മൾ ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യണോ? ഇതിനുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യണം, എന്നാൽ ചില സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ, ഉദാഹരണം പറയാം, ഫോർത്തിൽ നിന്ന് തേർഡിലേക്കോ സെക്കൻഡിലേക്കോ ഫസ്റ്റിലേക്കോ ഒക്കെ ഗിയർ ഇടുന്ന അവസരങ്ങളിൽ ഒരുപാട് ജെർക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളെ എക്സാമ്പിൾ സഹിതം കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തായാലും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമ്മൾ ബ്രേക്ക് കാല് വന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ടത്, ബ്രേക്കിൻ്റെ ഉപയോഗമില്ലാതെ ഉള്ള ഗിയർ ഡൗൺ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കണ്ടു തന്നെ മനസ്സിലാക്കുക. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു, വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ കാല് കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് തേർഡിലേക്ക് ഇട്ടു. ആവറേജ് സ്ട്രെയിറ്റ് റോഡിലാണ് പോകുന്നത്. വീണ്ടും ഞാനിത് ഫോർത്തിലേക്ക് ഇട്ടു. ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ എനിക്ക് മുന്നിലായിട്ടൊരു വളവുണ്ട്. ഈ വളവിൽ എനിക്ക് ഫോർത്ത് ഗിയറിൽ പോകാനായിട്ട് സാധിക്കത്തില്ല. ബ്രേക്ക് വന്ന് ഞാൻ അതുകൊണ്ട് സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഇത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ കൊടുത്തു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഒരു 50 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ മുന്നിലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ബ്രേക്ക് വെക്കാതെയാണ് ഗിയർ ഒന്ന് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു ജെർക്കുണ്ടാകും. കാരണം ഫോർത്ത് ഗിയർ എന്ന് പറയുന്ന ഒരു സ്പീഡ് കൂടിയ ഒരു ഗിയറാണ്. സ്പീഡ് കൂടിയ ഒരു ഗിയറിൽ നിന്ന് സ്പീഡ് കുറഞ്ഞ ഒരു ഗിയറിലേക്ക് നമ്മൾ ഡൗൺ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒറ്റയടിക്ക് ഗിയർ ഇടുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലൊരു ജെർക്കുണ്ടാകും. അപ്പം നമുക്ക് ആ ഒരു ജെർക്ക് ഒഴിവാക്കാനും ഒപ്പം നമ്മൾ ബ്രേക്ക് ചെയ്താണ് ഗിയർ ഡൗൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബ്രേക്കിൻ്റെ ആ ഒരു പിടുത്തവും ഒപ്പം ഗിയറിൻ്റെ ആ ഒരു പിടുത്തവും കൂടെ വരുമ്പോൾ സ്മൂത്തായിട്ട് നമുക്കൊരു വാഹനത്തെ വളവുകളിൽ ടേൺ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്, ഒരു സ്ട്രെയിറ്റ് റോഡിൽ പോവുകയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഞാൻ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. വീണ്ടും ഫിഫ്ത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ നോക്കുക, ഇവിടെ മുന്നിലായിട്ടൊരു വളവുണ്ട്. അപ്പോൾ എനിക്ക് ഈ വളവ് ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഫസ്റ്റ് ബ്രേക്കേ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ചിട്ട് ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും എൻ്റെ കാല് ബ്രേക്കേ നിൽക്കുകയാണ്. ബ്രേക്ക് കാല് വെച്ചിട്ട് വേഗത കുറച്ച് ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുകയാണ്. ഇവിടെയൊക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക, ബ്രേക്ക് കാല് വെച്ച് വാഹനത്തിന് വേഗത കുറച്ചിട്ടാണ് ഓരോ ഗിയറും ഡൗൺ ചെയ്യുന്നത്. ഇതേ വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഇനി എപ്പോഴാണ് നമുക്ക് ഒരു വാഹനത്തിൽ ബ്രേക്ക് ചെയ്യാതെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്? അതിനുത്തരം വളരെ സിമ്പിളാണ്. നമ്മളൊരു ഫോർത്ത് ഗിയറിലൊക്കെ വാഹനം ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ മുന്നിലൊരു കയറ്റം കണ്ടു. അപ്പം നമുക്ക് ഫോർത്ത് ഗിയറിൽ ആ ഒരു കയറ്റം കയറുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കയറ്റങ്ങളിൽ നമ്മൾ ഓരോ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ബ്രേക്കിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ആക്സിലേഷൻ കുറയ്ക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയും. ആക്സിലേഷൻ കുറയ്ക്കുക, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക. ഫോർത്തിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ തേർഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയ്ക്കുക, വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് കയറുക. ഇനി തേർഡിലും പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി അല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ, ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഗട്ടറുണ്ട്, മുന്നിലായിട്ട് ഒരു ഹമ്പുണ്ട്. ഞാനിത് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുത്തു. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം ഞാനിങ്ങനെ തേർഡ് ഗിയറിൽ വരികയാണ്. ഇവിടെ മുന്നിലായിട്ടൊരു ഗട്ടറുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ബ്രേക്കേ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്ത് ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ കൊടുത്തിട്ട് ഈ ഗട്ടർ മെല്ലെ ഇറങ്ങി കയറി പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ വാഹനം
മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മളുടെ വാഹനം ഒരു ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് റോഡിൽ ഒരു 40-50 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന അവസരങ്ങളിൽ മുന്നിലൊരു വണ്ടിയുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ പോകുന്ന വാഹനത്തെ കയറാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോഴെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഞാൻ ഇങ്ങനെ തേർഡിൽ പോവുകയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ 4th ഗിയറിലേക്ക് ഇട്ടു. 4th ഗിയറിൽ ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക, ഈ പോകുന്ന വാഹനത്തിൻ്റെ വേഗത ഒത്തിരി വേഗത്തിലല്ല പോകുന്നത്. അപ്പോൾ എനിക്ക് ഗിയർ ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആ വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ എൻ്റെ കാല് മെല്ലെ ബ്രേക്കേ വന്നിട്ട് ക്ലച്ച് ഔട്ടിയിട്ട് ഞാൻ 3rd ഗിയറിൽ ഇടുകയാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് പോകാനായിട്ട് ബ്രേക്കേ കാല് വെച്ചിട്ടാണ് ഞാൻ ഗിയർ ഡൗൺ ചെയ്തത്. വീണ്ടും ഇതേ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്കേ കാല് വന്നിട്ട് ഇതേ 2nd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വീണ്ടും പെട്ടെന്ന് വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഓൾറെഡി ബ്രേക്കേ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ലച്ച് ചവിട്ടി വാഹനത്തെ നിർത്താനും സാധിക്കുന്നതാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നോക്കി, ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ 4th ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ എനിക്ക് ഈ കയറ്റം ഒന്ന് കയറേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. 4th പോകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതേ ക്ലച്ച് ഔട്ടിയിട്ട് 3rd ഇട്ട് കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. ഇവിടെ നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. ക്ലച്ച് ഔട്ടി ആ ഒരു ഗിയറിലേക്ക്, ഏത് ഗിയറാണോ നിങ്ങൾ ഡൗൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഗിയറിലേക്ക് ഇട്ട് കയറിപ്പോയാൽ മതി. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.